ഹായ് ഹലോ, രാജീവ് ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. ഇപ്പോൾ ഒരു കുട്ടി എന്നോട് ചോദിച്ചതനുസരിച്ചിട്ടാട്ടോ ഒരാഴ്ചത്തെ ഹെയർ കെയർ കാണിച്ചു തരികയാണ് ഞാൻ നിങ്ങൾക്ക്. ദോശമാവാട്ടോ, ഉഴുന്ന ഉലുവ പച്ചരി അരച്ചിട്ടുള്ള ദോശമാവ്. പിന്നെ അതിലേക്ക് നമ്മൾക്ക് എന്താ വേണ്ട വെച്ചാൽ കണ്ടോ, ഇങ്ങനെ ഒരു മുറി ഇത്രേ വേണ്ടൂ. തക്കാളി കണ്ടോ, അതിൻ്റെ ജ്യൂസ് കുറച്ച് മതി, വെള്ളം ഏറരുത്, അതിനനുസരിച്ചിട്ട് തക്കാളിയുടെ ജ്യൂസ്. പിന്നെ കണ്ടോ ഇങ്ങനെ ചെറുനാരങ്ങ, അതൊന്ന് 2 തുള്ളി വേണ്ട, തോന വേണ്ട കേട്ടോ. കണ്ടോ 2 തുള്ളി, ചെറിയ മുറിയാണ്, ഒന്ന് 2 തുള്ളി എടുത്തു. പിന്നെ നമുക്ക് വേണ്ടത് തേനാണ്. കണ്ടോ ഹണി, അത് നമുക്ക് വെള്ളം ഏറരുത്, അപ്പൊ അത് ലൂസ് ആവുമല്ലോ, അപ്പൊ വല്ലാതെ ലൂസ് ആവാതിരിക്കാൻ. കണ്ട കുറച്ച് ഹണി കണ്ടല്ലോ. പിന്നെ അത് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ കുറച്ച് തൈര്, അതിന്റെ കട്ടയില്ല കേട്ടോ, അത് വീട്ടിലുണ്ടാക്കണ പാലിന്റെ കൊണ്ട് കട്ടയിട്ടില്ല. കുറച്ച് തൈര്, വെള്ളം ഏറരുത്. കണ്ട കുറച്ച് തൈര് കണ്ടോ. നമ്മള് ഗോതമ്പ് പൊടി, ഏത് ഗോതമ്പ് പൊടി ആയാലും വേണ്ടില്ല കേട്ടോ. അപ്പൊ ഗോതമ്പ് പൊടി, ഇത് വെള്ളം ഏറാതിരിക്കാനും നമ്മളെ മുഖം അറിയാലോ, നമ്മളെ അരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ക്ലെൻസറാണ്. തൈര് നമ്മളെ മുഖത്തിനിക്ക് ഒരുപാട് നല്ലതാണ്. തൈര് ബ്ലീച്ച് എഫക്റ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ തക്കാളി നീര് നമ്മൾ മുഖത്ത് തേച്ചാൽ നമ്മളെ മുഖം നല്ല സുന്ദരമായി വരും. തേനും നമ്മളെ മുഖത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ്. അതുപോലെ തന്നെയാണ് കേട്ടോ നമ്മളെ ഗോതമ്പ് പൊടി, നമ്മളെ മുഖം നന്നായി വെളുത്ത് വരാൻ, ഇതൊക്കെ നമ്മളെ മുഖത്തിന് നല്ലതാണ്. ഇതിവിടെ ഇരിക്കട്ടെ കേട്ടോ, മുഖത്തിനുള്ളത്. നമുക്കിനി മുടിയുടെ പറഞ്ഞിട്ട് നമുക്ക് മുഖത്ത് തേച്ച് ഞാൻ കാണിച്ചു തരണ്ടേ. ഇതവിടെ ഇരിക്കട്ടെ. അമ്മ വെള്ളം കുടിക്കാണ് കേട്ടോ. എണീറ്റ വഴിക്ക് നിങ്ങൾ എല്ലാവരും, ഇപ്പൊ രാവിലെ അധികം സമയമായിട്ടില്ല, അമ്മ ചായ ഒന്നും കുടിച്ചിട്ടില്ല, ഒരു കപ്പ് വെള്ളമാണ് ആദ്യം കുടിക്കുന്നത്. അപ്പൊ എല്ലാവരും വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഒരാഴ്ചത്തെ ഹെയർ കെയർ പറയാണ് അമ്മ. അതിന് നിങ്ങൾ ആദ്യം എണീറ്റ വഴിക്ക് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണം. പിന്നെ നിങ്ങൾക്ക് സാധിക്കിച്ച എന്തെങ്കിലും എക്സസൈസ് നിങ്ങൾ ചെയ്തോളൂ. എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ശരീരത്തിന് നല്ല റിലാക്സ് ആവും. അപ്പൊ നമ്മളെ ടെൻഷനൊക്കെ നമുക്ക് കുറച്ച് കുറയും. മനസ്സിലായില്ലേ? ചിലവർക്കൊക്കെ നല്ല ഭയങ്കര ടെൻഷൻ ഉണ്ട്. അപ്പോൾ ടെൻഷൻ ഉണ്ടെങ്കിൽ നമ്മളെ മുടി കുറയും, മുടി കൊഴിയും, നല്ല കൊഴിയും. അപ്പോൾ ടെൻഷൻ കാരണമാണ് പല ആൾക്കാർക്ക് മുടി കൊഴിച്ചിൽ വരുന്നത്. എന്തെങ്കിലും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ കയറ്റി വെക്കും. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, റിലാക്സ് ആവണം. രാവിലെ ഒന്ന് വാക്കിങ്ങോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് പക്ഷികളെ കിളിയൊക്കെ ഒന്ന് കണ്ട് എപ്പോഴെങ്കിലും ഒരു 15 മിനിറ്റെങ്കിലും, നിങ്ങൾ അരമണിക്കൂറാണ് കണക്ക്, അതെങ്കിലും ചെയ്യാൻ എല്ലാവരും ശ്രമിക്കുന്നു ഞാൻ വിചാരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഒരാഴ്ചത്തെ ഹെയർ കെയർ പറയുകയാണേ. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യണമെന്ന്, രാവിലെ എണീറ്റ വഴിക്ക് തന്നെ നമ്മൾ മുടി നന്നായിട്ട് കെട്ടറുത്ത് വെക്കണം. ആദ്യം നമ്മൾ എണീറ്റ വഴിക്ക് മുടി നന്നായി കെട്ടറുക്കുക. കെട്ടറുത്തതിന് ശേഷം കണ്ടോ, പല്ലകലുള്ള ചീർപ്പുകൊണ്ട് ചീന്തണം. ഞാൻ ഇപ്പൊ കെട്ടറുത്ത് ചീന്തി വെച്ചതാണ് കേട്ടോ, അഴിച്ചിട്ടെന്ന് കാണാല്ലേ. എന്നിട്ട് നമ്മൾ തേക്കണ എണ്ണ ഏതാന്ന് വിചാരിച്ചാൽ അതൊന്ന് നമ്മൾ കയ്യിലേക്ക് കുറച്ചെടുത്തിട്ട് കണ്ടോ. ഞാൻ ഒരാഴ്ചത്തെ പറയുമ്പോൾ ഇത് ആദ്യമായിട്ട് കാണുന്നവർക്ക് അറിയില്ല, അറിയണവരൊന്നും നോക്കണ്ട, അറിയാത്തവർ മാത്രം ഇത് കണ്ടോളൂ കേട്ടോ. അധികം തോനെ എണ്ണ നമ്മൾ എണ്ണയിൽ കുളിക്കാൻ പാടില്ല. കണ്ടില്ലേ, ഇങ്ങനെ കയ്യിലേക്ക് എടുത്തിട്ട്, നമ്മള് ഓയിലിയാണ് സ്കാൽപ്പ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്കിലും കുറച്ച്, നമ്മൾ എന്ത് ഹെയർ പാക്ക് ചെയ്യുമ്പോഴും നമ്മൾ കുറച്ച് എണ്ണ കണ്ടോ കയ്യിലെടുത്തിട്ട് ചൂടാക്കിയിട്ട് ഒന്ന് പതുക്കെ തല ഒന്ന് മസാജ് ചെയ്യണം. ഞാൻ ഓൾറെഡി ഒന്ന് തേച്ചിട്ടുണ്ട് കേട്ടോ, നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ആദ്യമുള്ളവർ ഇത് മറക്കരുതല്ലോ. അപ്പൊ എന്ത് ഹെയർ പാക്ക് ചെയ്യുമ്പോഴും നിങ്ങൾ ആദ്യം ഇതേപോലെ മുടി കെട്ടക്കറഞ്ഞ ചീന്തി, പിന്നെ നന്നായിട്ട് കുറച്ച് എണ്ണ മസാജ് ചെയ്ത് പിടിപ്പിക്കണം. പിന്നെ നമ്മളൊരു 10-15 മിനിറ്റ് മുടിയിൽ എണ്ണ നിന്നോട്ടെ, അതിന്റെ ശേഷമാണ് നമ്മൾ പാക്കുകൾ ഇടാൻ പാടുള്ളൂ. അതിന് ഞാൻ നിങ്ങൾക്ക് എന്താണ് നല്ലൊരു ഹെയർ പാക്ക് പരിചയപ്പെടുത്തി തരാം. അതിനൊന്നുമല്ല, നമ്മളെ സവാള കണ്ട, വലിയ ഉള്ളി, മുടി വളർച്ച സൾഫർ കണ്ടന്റ് ഉണ്ടാവുകൊണ്ടേ മുടി വളർച്ചയ്ക്ക് ഒരുപാട് ഗുണം ചെയ്യും. കൊഴിയില്ല, മുടി നന്നായി കറുത്ത് വരും. പിന്നെ സ്പ്ലിറ്റ്, തലപ്പൊക്കെ സ്പ്ലിറ്റ് എൻഡ് ഉണ്ടാവില്ലേ, അത് പോവും. അതുപോലെ ചെമ്പൻ മുടികൾ ഉള്ളതൊക്കെ നല്ല കറുത്ത് വരുന്ന ഡെയിലി ഉപയോഗിച്ച. അതുപോലെ തന്നെയാണ് നമ്മളെ മുടിയിൽ അങ്ങനെ കെട്ടുപിണയി ഒന്നും ചെയ്യില്ല. നിങ്ങൾ ഒന്നും ഇത് എടുക്കണം കേട്ടോ, സവാള ഇത് അരയ്ക്കാനുള്ളതാണ്. പിന്നെ കണ്ടോ നമ്മളെ ചെമ്പരത്തി പൂവ്, നിങ്ങൾ ഒരു 3 എടുത്താൽ മതി കേട്ടോ. 3-4 എടുക്കാം. കണ്ടോ, ഞാനൊരു 2-3 ചെമ്പരത്തി പൂവാണ് എടുക്കണം നമ്മളെ ഹെയർ പാക്കിലേക്ക് വേണ്ടിയിട്ട്. അപ്പൊ ഇത് ഞാൻ തോലി കളഞ്ഞൊന്നു കുറച്ച്, പക്ഷെ എന്നാലും ഇതിന്റെ മുകൾ ഭാഗവും അടിഭാഗവും ഒക്കെ ചെത്തി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം, ചെമ്പരത്തിയുടെ മൂട്ടിലത്തെ വേണ്ട, നമുക്ക് തലപ്പത്തെ ഈ പൂവും വേണ്ട, ബാക്കി എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് മിക്സിയിലൊന്ന് അരക്കട്ടെ. അപ്പൊ നമ്മളിത് നന്നായി അരച്ചു വന്നു കേട്ടോ. കണ്ടല്ലോ, ചെമ്പരത്തിപ്പൂവും പിന്നെ അതേപോലെ സവാളയും. സവാള ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടോളുണ്ട് കേട്ടോ. ഇത് നിങ്ങൾക്ക്
ഇനിയിപ്പോ നന്നായിട്ട് പൊടിയായിട്ട് അരിയണമെന്നില്ല. നമ്മളൊന്ന് ആദ്യം ക്രഷ് ചെയ്യുക. വെള്ളം കൂട്ടണ്ട കേട്ടോ, നമ്മളെ ഉള്ളിലുള്ള വെള്ളം മാത്രം മതി നമുക്ക് ചെമ്പരത്തിപ്പൂവും. കാരണം ഇത് നമ്മൾ സ്കാൽപ്പിലാണ്, നമ്മളെ സ്കാൽപ്പ് നല്ല ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഒരാഴ്ചത്തേക്കുള്ള ഹെയർ കെയർ എന്ന് പറഞ്ഞില്ലേ, അതിനിപ്പോ നിങ്ങൾ ഇത് തന്നെ 3 ദിവസം നിങ്ങൾക്ക് ചെയ്യാട്ടോ. ഇതേ മെത്തേഡ് നിങ്ങൾ 3 ദിവസം ചെയ്യുക. ചെമ്പരത്തിപ്പൂവും വലിയ ഉള്ളിയും കൂടി അരച്ചിട്ട് പിഴിഞ്ഞിട്ടുള്ളത് നിങ്ങൾ 3 ദിവസം ഒരുപോലെ ചെയ്യുക. 4-ാമത്തെ ദിവസം നിങ്ങൾ ഇപ്പൊ ഈ മഞ്ഞുകാലം തുടങ്ങായി അല്ലേ, കന്നിമാസം കഴിഞ്ഞ് തുലാമാസത്തിലേക്ക് ചാടി. അപ്പൊ നമ്മൾ ഏതിലും കുറച്ച് നാളികേരപ്പാല് ആഡ് ചെയ്യണം കേട്ടോ. അപ്പൊ എന്താ വെച്ചാൽ നമ്മളെ മുടി വല്ലാതെ ഡ്രൈ ആകും, നമുക്ക് തോന്നുകയാണ് തണുപ്പാണെന്ന്, പക്ഷെ നമുക്ക് തണുപ്പല്ല കേട്ടോ സംഭവിക്കണത്. നമ്മളെ മുടിക്കൊക്കെ വെള്ളം കമ്മിയാവുക ചെയ്യേണ്ടത്. നിങ്ങൾക്ക് അറിയണില്ലേ, ചുണ്ട് മുറിയാവുക, മുഖം മുഴുവൻ വലിഞ്ഞു മുറുക, അതേപോലെ നമ്മളെ മുടിക്കും അസുഖം വരുന്നുണ്ട്, നമ്മൾ അറിയണില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഒരു മാസ്ക് ഇടുമ്പോൾ നാളികേരപ്പാല് കൂട്ടണം മാസ്കിൽ. അപ്പൊ 4-ാമത്തെ ദിവസം നിങ്ങൾ എന്ത് മാസ്ക് ഇട്ടോളൂ, ഉലുവ അരച്ച് മാസ്ക് ഇടാം, നമ്മളെ മുരിങ്ങടയില അരച്ച് മാസ്ക് ഇടാം, എന്തിലും ഒരു പിടി നാളികേരം. പിന്നെ അതേപോലെ നിങ്ങൾക്ക് ഇനി എള്ള്, കരിഞ്ജീരകം, പിന്നെ അതുപോലെ ഉലുവ, ഇത് 3ഉം കൂടി നമുക്ക് തലേ ദിവസം വെള്ളത്തിലിട്ട് രാവിലെ അരച്ചിട്ട് ഒരു പിടി നാളികേരം രാവിലെ കൂട്ടി അരച്ചിട്ട് ഇങ്ങനെ പിഴിഞ്ഞിട്ട് അപ്പൊ കുറച്ച് കൊഴുപ്പുണ്ടാവും. വെള്ളം അധികം കൂട്ടാതെ അരച്ചെടുക്കുക. എന്നിട്ട് നിങ്ങൾ പിഴിയണം, എന്തും ഇങ്ങനെ പിഴിയണം കേട്ടോ. ഇങ്ങനെ ഷിഫോന്റെ ഒരു ഷാളിലാണെന്നുണ്ടെങ്കിൽ കണ്ടോ നല്ല ജ്യൂസ് കിട്ടിയത് കണ്ടില്ലേ നിങ്ങള്, കണ്ടോ ഒരു കൊഴുപ്പൊന്നും ഇല്ലാത്ത ഇങ്ങനത്തെ ജ്യൂസാണ് കേട്ടോ. പേക്ക് ഇങ്ങനെ ടൈറ്റ് ആയിട്ട് എടുക്കരുത്, കണ്ടോ ഇങ്ങനത്തെ കണ്ടോ ചുവന്ന ഒരു വെള്ളം കിട്ടി കണ്ടല്ലോ. ഇത് നമ്മൾ മുടിയിൽ നന്നായി തേച്ച് പിടിപ്പിക്കാം. അപ്പൊ ഞാനിത് മുടിയിൽ തേച്ച് പിടിപ്പിക്കട്ടെ. അപ്പൊ 3 ദിവസം നിങ്ങൾ ഇതന്നെ കണ്ടിന്യൂ ചെയ്യുക. 4-ാമത്തെ ദിവസം നിങ്ങളൊരു മാസ്ക് ഇടുക, ഞാൻ പറഞ്ഞ പോലെ നാളികേരം കൂട്ടിയിട്ടുള്ള മാസ്ക്, നാളികേരപ്പാല് കൂട്ടിയിട്ടുള്ള മാസ്ക്. 5-ാമത്തെ ദിവസം നിങ്ങൾ എന്ത് ചെയ്തോളൂ, പിന്നെ നന്നായിട്ട് എണ്ണ ഇളം ചൂടാക്കുക, തിളപ്പിച്ച വെള്ളത്തിൽ ഇറക്കി വെച്ചിട്ട് എണ്ണ ഇളം ചൂടാക്കിയതിന് ശേഷം പൊള്ളിക്കൊന്നും ചെയ്യരുത്, പാകത്തിനൊരു ചൂടേ പാടുള്ളൂ കേട്ടോ. എന്നിട്ട് അത് നന്നായി മുടിയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് നമ്മള് ചെമ്പരത്തിത്താളി തേച്ചിട്ടോ, ചെമ്പരത്തിത്താളി ഉണ്ടാക്കുമ്പോൾ അതിൽ 2 തുള്ളി ഷാമ്പൂ പാർന്നോളൂ, കുഴപ്പമില്ല. അല്ലെങ്കിൽ കാപ്പി തിളപ്പിച്ചിട്ട് അതിൽ 2 തുള്ളി ഷാമ്പൂ പാർന്നോളൂ, കുഴപ്പമില്ല. അല്ലെങ്കിൽ കഞ്ഞിര വെള്ളം, അതിൽ 2 തുള്ളി ഷാമ്പൂ പാർന്നോളും, കുഴപ്പമില്ല. അല്ലെങ്കിൽ നമ്മളെ പച്ചരി ഉലുവയൊക്കെ കുതിർത്താൻ വെക്കുക തലേ ദിവസം, പിറ്റേ ദിവസം രാവിലെ അത് ആ വെള്ളത്തിലേക്ക് ഷാമ്പൂ ലേശം പറഞ്ഞിട്ട് മുടി കഴുകിക്കോളൂ. എങ്കിലും ഷാമ്പൂവിന്റെ എല്ലാ ദോഷവും പോകും. അപ്പോൾ നിങ്ങൾ ഇത്തിരി കട്ടി കുറഞ്ഞ ഷാമ്പൂ, ബേബി ഷാമ്പൂ, മെൽഡ് ഷാമ്പൂ, ഏതെങ്കിലും ഷാമ്പൂകൾ അത്ര കുഴപ്പക്കാരൊന്നും അല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ഡെയിലി ഏതെങ്കിലും ഷാമ്പു ശീലിച്ചവരെ ഞാൻ ഈ പറഞ്ഞു വിചാരിച്ചിട്ട് ആ ഷാമ്പു മാറ്റാനൊന്നും നിൽക്കണ്ട. ഡെയിലി നമ്മൾ ഏതാണോ അത് നമുക്ക് ശീലം ശരിക്കും കുഴപ്പമില്ല കേട്ടോ. അപ്പൊ നിങ്ങൾ ഇതിങ്ങനെ ഹെയർ പാക്ക് ചെയ്തിട്ട് പിന്നെ 6 ദിവസം അങ്ങനെ കഴിഞ്ഞില്ലേ, 5 ദിവസം അങ്ങനെ കഴിഞ്ഞു ഇല്ലേ, അപ്പൊ 6-ാമത്തെ ദിവസമാണ് അപ്പൊ ഞാൻ പാക്ക് പറഞ്ഞ. എന്തായാലും ഒരു ദിവസം നിങ്ങൾ സാധാ കുളിച്ചിട്ട് പിന്നെ ഒന്നും ചെയ്യണ്ട, പിറ്റേ ദിവസം മുതൽക്ക് വീണ്ടും നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോളൂ. ഇതന്നെ ചെയ്യാൻ പറ്റാത്തവർക്ക് ഉലുവ തലേ ദിവസം വെള്ളത്തിലിടുക, എന്നിട്ട് രാവിലെ അത് തേക്കുക. പിറ്റേ ദിവസം ഒരു സ്പൂണ് ഉലുവ തലേ സന്ധ്യയാകുമ്പോൾ വെള്ളത്തിലിടുക, കഴുകിയിട്ട് അത് തേക്കുക. അങ്ങനെ 3 ദിവസം. അതെ, അല്ലെങ്കിൽ നമ്മൾ കഴിക്കണ വേപ്പിന്റെ ഇലയാണെങ്കിൽ തിളപ്പിച്ച് വെക്കുക കേട്ടോ. തിളപ്പിച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ അതിന്റെ വെള്ളം, അല്ലെങ്കിൽ കട്ടൻ ചായ നമുക്ക് രാത്രി തിളപ്പിച്ച് വെക്കുക. അപ്പൊ അതിൽ 2 മണി ഉലുവ ഇട്ടോളുണ്ടോ. അല്ലെങ്കിൽ നമ്മൾ കരിഞ്ജീരകം തിളപ്പിക്കുക. ഇത് ഏതെങ്കിലും തലേ ദിവസം രാത്രി തിളപ്പിച്ച് വെച്ചിട്ട് രാവിലെ അതിന്റെ വെള്ളം നിങ്ങൾ മുടിയിൽ തേക്കുക. 3 ദിവസം അങ്ങനെ, 4-ാമത്തെ ദിവസം ഏതെങ്കിലും ഒരു പാക്ക് ഇടുക. അപ്പൊ ഞാൻ ഇത് ഒരു ദിവസമേ കാണിച്ചു തരുന്നുള്ളൂ, അതുകൊണ്ടാട്ടോ അങ്ങനെ പറയുന്നത്. അപ്പൊ നിങ്ങൾ 4-ാമത്തെ ദിവസം ഒരു പാക്ക് ഇടുക. 5-ാമത്തെ ദിവസം നന്നായിട്ട് ഇളം ചൂടുള്ള എണ്ണ, അടി മുതൽ മുടി വരെ പറഞ്ഞ പോലെ ഓട് മുതൽ തലപ്പ് വരെ നന്നായിട്ട് എണ്ണ തേക്കുക. എണ്ണ തേച്ചതിന് ശേഷം ഷാമ്പു ഷാമ്പു പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെയുള്ള ഷാമ്പു ആക്കി തേക്കണം. വെറും ഷാമ്പു നേരിട്ട് ഡയറക്റ്റ് തേക്കരുത്, വെള്ളത്തിൽ കലക്കിയിട്ട് ഷാമ്പു തലയിൽ തേക്കാവൂ. പിന്നെ അതുപോലെ തന്നെ ഷവറിന്റെ അടിയിൽ നിന്നിട്ടുള്ള കുളി പാടില്ല, ബക്കറ്റ് വാഷ് അങ്ങനെയൊക്കെ ചെയ്ത് നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച എന്നല്ല, നിങ്ങൾക്ക് അതിങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. ഞാൻ ഇപ്പോൾ ഒരാഴ്ചത്തെ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. വീണ്ടും നമുക്ക് ഇതിനെ റിപ്പീറ്റേഷൻ. അങ്ങനെ ആകുമ്പോൾ നമ്മളെ മുടി പൊട്ടിപ്പോവുക, കൊഴിയുക, അതൊന്നും ചെയ്യില്ല കേട്ടോ. എനിക്ക് തന്നെ ഇപ്പൊ പനിച്ചിട്ട് കുറച്ച് മുടി കൊഴിഞ്ഞു. പക്ഷെ ഇപ്പൊ ഞാൻ ആ മുരിങ്ങടയിലാണ് ഞാൻ തേച്ചത്, മുരിങ്ങടയില നാളികേരം കൂട്ടിയിട്ട് അതും തേക്കാട്ടോ. നമുക്കത് ലൂസായിട്ട് തേക്കുമ്പോൾ പേക്കാണ്. അത് ഇത്തിരി ടൈറ്റിൽ തേച്ചാൽ നമുക്കത് ഇത്തിരി കട്ടിയിൽ ഇങ്ങനെ നിൽക്കാം. അങ്ങനെ വേണമെങ്കിൽ മാസ്കും ആക്കി തേക്കാം, നമുക്ക് അതന്നെ വേണമെങ്കിലും ചെയ്യാട്ടോ. ഇതിലത്തെ ഏതാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അത് നിങ്ങൾക്ക് ചെയ്യാം. അപ്പൊ ഇത് ഞാൻ ഇനി തലയിൽ തേക്കട്ടെ കേട്ടോ. തേച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതിന്റെ കൂടെ നമ്മളെ
2 തണ്ട് കറിവേപ്പില, 2 നെല്ലിക്ക, ഒരു പിഞ്ച് കഷ്ണം ഇഞ്ചി, പിന്നെ നമ്മൾ ഒരു 2 മണി കുരുമുളക്, ഉപ്പ്. ഇത് കൂട്ടിയിട്ട് നമ്മൾ മിക്സിയിൽ നന്നായിട്ട് അടിച്ചിട്ട് അതിന്റെ ജ്യൂസ് നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളത്തിലാട്ടോ അതൊക്കെ അടിക്കേണ്ടത്. എന്നിട്ട് നിങ്ങൾ ഒരു ഗ്ലാസ് ആയിട്ട് നമ്മൾ സമയങ്ങളിൽ വേറിൽ കഴിക്കണ്ട കേട്ടോ. സമയങ്ങളിൽ 11 മണിക്ക് അല്ലെങ്കിൽ 5 മണിക്ക് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ആ ജ്യൂസും കൂടെ കുടിക്കണം. എങ്കിൽ മുടി വളർച്ച നന്നായിട്ടുണ്ടാവും നിങ്ങൾക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി ഇതാ മുഖം ഞാൻ നന്നായിട്ടൊന്ന് കഴുകിയിട്ടുണ്ട്. നല്ല ഒന്ന് കഴുകിയാൽ മതി കേട്ടോ. നിങ്ങളെ സോപ്പ് ഇട്ടിട്ടൊക്കെ ഒന്ന് കഴുകുക, അല്ലെങ്കിൽ ഫേസ് വാഷ് ഇട്ടിട്ടൊന്ന് കഴുകിയതിന് ശേഷം നമ്മൾ ഇതും മുഖത്ത് ഞാൻ തേച്ച് കാണിച്ചു തരാണ് നിങ്ങൾക്ക്. ഇത് നമ്മൾ വീട്ടമ്മമാർക്ക് പറ്റിയതാണ് കേട്ടോ. ഇത് നമ്മൾ വീട്ടമ്മമാർക്ക് നല്ലതാണ്. എന്താ നമ്മളെയൊക്കെ മുഖം ഒന്ന് തൂങ്ങാൻ തുടങ്ങിയില്ലേ? എന്റെയൊക്കെ മുഖം തൂങ്ങിയിട്ടുണ്ട്. എന്റെ പ്രായക്കാര് 40 കഴിഞ്ഞവരൊക്കെ ഇത് തേക്കണം കേട്ടോ. ഗോതമ്പ് പൊടിയും അരിപ്പൊടിയും ഉഴുന്നും ഒക്കെയാണ് നമ്മളെ മുഖം നന്നായിട്ട് ടൈറ്റ് ആവും. അപ്പോൾ ഇതും കൂടി മുഖത്ത് തേക്കണം കേട്ടോ നിങ്ങള്. ഞാനിത് മുഴുവൻ ഒന്ന് കണ്ണാടി നോക്കി തേച്ചിട്ട് വരെ. അപ്പോൾ നമ്മൾ ഇതൊക്കെ മുഖത്ത് തേച്ചു കേട്ടോ. ഇനി നമ്മൾ കഴുത്തിലും ഇത് തേക്കണം. മാലയൊക്കെ കഴുത്തിലുണ്ടാവുകൊണ്ട ക്യാമറയൊക്കെ ഉണ്ടായിരിക്കൊക്കെ പാവ് വെച്ചിട്ടാണ് കേട്ടോ. അപ്പൊ അത് കഴുത്തിലും തേച്ചിട്ട് നമ്മൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളെ മുടിയിലത്തെയും 20 മിനിറ്റ് കഴിഞ്ഞിട്ടല്ലേ വാഷ് ചെയ്ത് കളയുക. ഇതും ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് വാഷ് ചെയ്ത് കളയുക. അപ്പൊ നമ്മൾ രണ്ടും കൂടി ഒപ്പം ചെയ്യാൻ പറ്റുന്നതാണ് വീട്ടമ്മമാർക്ക്. എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. പിന്നെ നിങ്ങൾ പച്ചക്കറി, പയറുവർഗ്ഗങ്ങള്, നട്ട്സ് എന്തൊക്കെ വെച്ചാൽ സാധിക്കണതൊക്കെ, ഫ്രൂട്ട്സ് ഒക്കെ നിങ്ങൾ നന്നായി കഴിക്കണം. നന്നായിട്ട് വെള്ളം കുടിക്കണം. ഒരു 25 കിലോ വെയിറ്റ് ഉള്ള ഒരാള് 25 കിലോ വെയിറ്റ് ഉള്ള ഒരാളെ 1 ലിറ്റർ വെള്ളം കണക്കിൽ അങ്ങനെ നമ്മൾ കുടിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. എങ്കിലാണ് നമ്മളെ ശരീരം ഡീഹൈഡ്രേറ്റ് ആവാതിരിക്കുള്ളൂ. വായ ഉരുളാണ്. അപ്പൊ അങ്ങനെ ആവാതിരിക്കുള്ളൂ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കണം നിങ്ങൾ. പിന്നെ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ബെല്ലൈക്കനും കൂടി ഒന്ന് അനേബിൾ ചെയ്താലേ ഉള്ളൂ അമ്മ ഇടണ എല്ലാം. അപ്പൊ ഓളെന്നൊരു ഓപ്ഷൻ വരും, അവിടെയെങ്കിലും തൊട്ടാലേ ഉള്ളൂ അമ്മ ഇടണ എല്ലാ അതും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. ചിലവരങ്ങനെ വരുന്നില്ല അമ്മയെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ എല്ലാവരും ചെയ്തോളൂ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പൊ ഒരാഴ്ചത്തെ ഹെയർ കെയർ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും നിങ്ങൾ ഇത് റിപ്പീറ്റേഷൻ ചെയ്തോളൂ. അപ്പൊ ഞാൻ വേറൊരു ഹെയർ കെയർ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ 2-3 പറഞ്ഞതില്ലേ, അടുത്ത ആഴ്ച ഞാൻ ഇനി വേറൊന്ന് നിങ്ങൾക്ക് ഇങ്ങനെ ഇതേപോലെ ചെയ്ത് കാണിച്ചു തരാം 7 ദിവസം കഴിഞ്ഞിട്ട് കേട്ടോ. അപ്പൊ ഇതിങ്ങനെ 7 ദിവസം നിങ്ങൾ ഇതേപോലെ ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിർത്തുകയാണ്. അപ്പൊ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.